ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ചെറിയ ടിപ്സാണ്. മിക്ക ആൾക്കാർക്കും അറിയായിരിക്കാം. പക്ഷേ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് അറിഞ്ഞൂടാത്ത ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ആഹ്, ഈ ഈ വീഡിയോ ചെയ്യുന്നത്. ചെറിയൊരു ട്രിക്സാണ്. അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ടാലി പ്രൈമിൽ നിന്നും ടാലി ERP 9 എങ്ങനെ ഡാറ്റ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ സാധാരണഗതിയിൽ ERP 9 നിന്ന് നമുക്ക് ടാലി പ്രൈമിലോട്ട് ഡാറ്റ മൈഗ്രേറ്റ് ചെയ്യാം. ഒരു പ്രയാസവും ഇല്ല. ടാലി തന്നെ അതിന് ടാലി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്തു തരും. പക്ഷേ നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എറർ വരാറുണ്ട്. നമുക്ക് എറർ വരാറുണ്ട്. പ്രൈമിലെ ഡാറ്റ ERP 9 ഇടുമ്പോൾ എറർ വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്ത് നമുക്കതിനെ മൈഗ്രേറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ. ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ടാലി പ്രൈം ആദ്യം എടുക്കുകയാണ്. 2.1 ആണ് ടാലി പ്രൈം വേർഷൻ. അതിലിപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ 2024-25 ഈ ഡാറ്റ ഞാൻ എടുക്കുകയാണ്. 10,045 ഡാറ്റയുടെ നമ്പർ. അപ്പോൾ അത് ഞാൻ പോയി ഫോൾഡറിൽ നിന്ന് എടുക്കുകയാണ്. ഓക്കെ, ഡാറ്റ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനെ വേറൊരു ഫോൾഡറിലോട്ട് കൊണ്ടിട്ടിട്ടാണ് നിങ്ങൾക്കത് ഇതിൻ്റെ ട്രയൽ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അത് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ERP 9 നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കാം. ERP 9 ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിപ്പം പ്രൈമിലെ ഡാറ്റ കൊണ്ട് വേറൊരു ഫോൾഡർ ഇട്ടല്ലോ, അത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാത്ത് ഒന്ന് സെലക്ട് ചെയ്യാണ്. Ctrl+C അടിക്കുക. ഇനി ടാലിയിൽ വരുമ്പോൾ നമുക്കിവിടെ പാത്ത് കൊടുക്കണം. ശ്രദ്ധിക്കുക, ഇവിടെ Ctrl+Alt+V അടിച്ചാലേ അത് പേസ്റ്റ് ആവുള്ളൂ. Ctrl+Alt+V അടിച്ച് എൻ്റർ അടിച്ചു. അന്നേരം എന്താ, ഞാൻ ഇട്ട ഡാറ്റ ഇവിടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിക്കുമ്പം ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. അനേബിൾ ടു ഓപ്പൺ ദ കമ്പനി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഇതാണ് എല്ലാ ആൾക്കാർക്കും ഡൗട്ട് വരുന്ന ഒരു സ്റ്റേജ്. കാരണം ഇവിടെ നിന്ന് ഇനി എങ്ങനെ നെക്സ്റ്റ് നമുക്കിത് മൈഗ്രേറ്റ് ചെയ്ത് എടുക്കാമെന്നാണ് ആൾക്കാർക്ക് അറിയാത്തത്. അങ്ങനെ കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, ഒരു സിമ്പിൾ ട്രിക്കാണ്. അത് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് അടിക്കുക. എന്നിട്ട് നമ്മൾ Ctrl+Alt+R ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റീറൈറ്റ് കമ്പനി എന്നും പറഞ്ഞിട്ടായിരിക്കും അടുത്ത് വരുന്നത്. നമ്മളതിൽ നമ്മുടെ കമ്പനി ഏതാണോ നമുക്ക് ഇത് ചെയ്യേണ്ടത് അതിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സണ്ണോട്ടോ എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് എൻ്റർ അടിക്കുന്നു. അപ്പോൾ റീറൈറ്റ് ചോദിക്കും. അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്താലും ബാക്കപ്പ് ഒരു ഫയൽ എടുത്തിട്ട് മാത്രമേ നിങ്ങൾ അതിലോട്ട് ഇത് ചെയ്യാവുള്ളൂ. അത് റീറൈറ്റോ അല്ലെങ്കിൽ മൈഗ്രേറ്റോ ഒക്കെ ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി കൊണ്ട് വേറൊരു ഫോൾഡറിൽ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ Ctrl+Alt+R അടിച്ച് ആ കമ്പനി വന്നു. അതിനെ ഞാൻ എൻ്റർ അടിച്ചപ്പോൾ റീറൈറ്റ് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് എസ് കൊടുക്കുക. കീബോർഡിൽ Y പ്രസ് ചെയ്യുക. അപ്പോൾ ബാക്കപ്പ് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ ഒരു ഡാറ്റ ഒറിജിനൽ ഉള്ളതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല. ഞാൻ നോ കൊടുക്കുന്നു. അന്നേരം ഇതിങ്ങനെ റീഡാവും. റീഡായി ഇത് ടോട്ടലി നമ്മുടെ പഴയ സ്ക്രീനിലോട്ട് തന്നെ വരും. നമ്മൾ സെലക്ട് കമ്പനി കൊടുക്കുക. ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാറ്റ മൊത്തം മൈഗ്രേറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പി ആൻഡലും എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഇതിലെ കമ്പനി ഒന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. പി ആൻഡൽ പ്രൈമിലെ സെയിം പി ആൻഡൽ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. പർച്ചേസ്
ഫ്രെയിമിന് തന്നെ പർച്ചേസ് ERP9 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ട്രിക്ക്. അപ്പോൾ ഇനി അറിഞ്ഞൂടാത്ത ആളുകൾ ഈ സ്റ്റെപ്പ് ഒന്ന് യൂസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.